ഗ്രോത്ത് ഓഫ് ദി ന്യൂ ബ്ലഡ് വെസൽസ്, സൂക്ഷ്മ സ്രോതസ്സുകൾ വളരുന്നു. താമര പോലെ ഇരിക്കുന്ന ബിസാനിമാവിവ സൂക്ഷ്മാൻ എന്ന് പറയുന്ന സ്മാളർ ബ്ലഡ് വെസൽസ് ആർ ഗ്രോവിംഗ് ആൻഡ് വി കാൾ ഇറ്റ് ആസ് നിയോവാസ്കുലറൈസേഷൻ ആൻഡ് ദാറ്റ് ഈസ് എ പാത്തോളജി. അതിപ്രവൃത്തി സ്രോതസ്സിനാണ്, അല്ലാതെ ധാതുവിനല്ല. സ്രോതസ് ഈസ് ഗെറ്റിംഗ് proliferated and you are getting aneurysm. You are getting aneurysms in the retinal blood vessels as berry aneurysm, saccular aneurysm, Siragrandhi. So I am telling you, you are getting retinal block, retinal hypoxia, adipravarti, macular edema. All the srodhodushtis are happening in the retina. You can visualize by the fundoscopy. And why it is so? Chashus tejomayam tasya visheshal sleshmano bhayam. Eye is vascular. A vascular structure is getting all problem with what? Kapha. And prameha is a kapha-janya disease. So what I am telling is, every time a dhatu and srodhas can get different types of manifestation in srodhodushti. ഞാൻ ഒന്നും കൂടെ വ്യക്തമാക്കി പറയാം. You take the example of രക്തവഹ സ്രോതസ്. ഇനി ആയുർവേദം പറയാം. ശോണിതവഹാനാം സ്രോതസാം എതിർത്ത് മൂലം പ്ലീഹാജ. ഒരു സംശയം വേണ്ട, നിങ്ങൾ എടുക്കൂ ആ വലിയ പാട്ടിനകത്ത് കുഷ്ഠവിസർപ്പ വിടക രക്തപിത്ത മസൃദ്ധര എന്നുള്ള ആ വലിയ പാട്ട് പാടിക്കഴിഞ്ഞാൽ, നേരമില്ലാത്തതുകൊണ്ട് പാടുന്നില്ല, ഇപ്പം എല്ലാം ഹ്രസ്യസി പ്രസൻറ്റേഷനാണ് അല്ലേ, സമയമല്ല, ഉത്തമ മാത്രയ്ക്ക് നേരമില്ല. അങ്ങനെ പാടിക്കഴിഞ്ഞാൽ യു ആർ ഗെറ്റിംഗ് എ ലിവർ ഡിസീസ്, you are getting a coagulation issue and you are getting a pathology limited to the രക്തധാതു. രക്തധാതുവിനെ ബാധിക്കുന്ന കാമല, പ്രിയമുള്ളവരെ ഫോളോ ചെയ്യൂ. രക്തധാതുവിനെ ബാധിക്കുന്ന കാമല, രക്തവഹ സ്രോതസ്സിൻ്റെ മൂലസ്ഥാനത്തെ ബാധിക്കുന്ന ഒരു സിറോസിസ്, രക്തക്കുഴലുകളെ ബാധിക്കുന്ന ഒരു വാസ്കുലൈറ്റിസ്. മൂന്ന് തന്നെയല്ലേ? ആർ യു ഗെറ്റിംഗ് മീ ഓർ നോട്ട്? I am telling you, a srodhas is having 3 components. Moolasthana, example liver, you are getting cirrhosis. Margasthana, blood vessels, you are getting autoimmune vasculitis, you are getting henoxolin purpura, you are getting bleeding. And you are getting ധാതു, രക്തധാതുവിൻ്റെ അവയവങ്ങൾക്ക് വരുന്ന വ്യത്യാസം അനുസരിച്ച് ലുക്കീമിയ, ത്രോംബോസൈറ്റോപീനിയ, അനീമിയ. So you are getting 3 pathology to the same rekta. One is Moolasthana, that is liver, cirrhosis. Second is Margasthana, vascular pathology. And third is the concerned dhatu, that can be anemia, thrombocytopenia, leukemia, whatever. So what I am telling is, every time yes, srodhas can get multiple variation. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാനൊന്ന് മാത്രം പറയാം, മുമ്പിൽ വരുന്ന രോഗിയിൽ ഏത് സ്രോതസ് എന്തുകൊണ്ട് വിഷയേറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കുക, അവനെ ചികിത്സിക്കുക. And whenever you are getting a liver cirrhosis, you understand that Rektavaha Srodho Moola is affected and liver is a Pittasthana. You are getting Vata Pitta vitiation, liver is getting shrinken and liver is the Ojosthana, Ojas is getting very much Shaya. You protect the liver and then you utilize whatever is mentioned in Rektavaha Srodhas, maybe Halimaga Chikilsa, maybe Kumbhagamala Chikilsa, maybe Madatyam, whatever may be. So that is the main need of the hour. So I am telling you, Srodhas represents the entire channels for communication. നിങ്ങളും ഞാനും തമ്മിൽ വർത്തമാനം പറയുന്നത് പോലെ a cell will communicate with another cell. This is a cell. നമ്മൾ എത്രയൊക്കെ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം പരമാണു തന്നെയാണ് അല്ലേ? എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം പരമാണു. അത് പാർത്ഥിവമാകാം, ആപ്യമാകാം, വായവ്യമാകാം, ആഗ്നേയമാകാം, ആകാശമാകാം, മിക്സിംഗ് ആവാം. അൾട്ടിമേറ്റ്ലി എ സെൽ ടു സെൽ കോൺവെർസേഷൻ, എ സെൽ ടു സെൽ കണ്ടക്ഷൻ, എ സെൽ ടു സെൽ കമ്മ്യൂണിക്കേഷൻ, എ സെൽ ടു സെൽ ഗിവ് ആൻഡ് ടേക്കപ്പ്, എ സെൽ ടു സെൽ എക്സ്ക്രീഷൻ, ദാറ്റ് ഈസ് സ്രോതസ്. 2 കോശങ്ങൾ തമ്മിലുള്ള പരസ്പര വിനിമയമാണ് സ്രോതസ്. അത് കാര്യങ്ങൾ കൊടുത്തും വാങ്ങിയുമാകാം, വേർതിരിച്ചാകാം, അല്ലെങ്കിൽ പരസ്പരം സഹകരിച്ചാകാം. ദാറ്റ് ഈസ് വൈ ദ എൻറ്റയർ ബോഡി ഈസ് സപ്പോസ് ടു ബി ദി സ്രോതസാം സമുദായ. സോ സെൽ to cell communication is nothing other than srodhas. That is my concept. Next, ഒരു കാര്യം കൂടെ പറയാം. വാട്ട് ഈസ് ദ ഡിസീസ് ഈസ് ദോഷ അല്ലേ? രോഗസ്തു ദോഷ വൈഷമ്യമാണ്. രോഗത്തിൻ്റെ നിർവചനത്തിലെ വാട്ട് ആണ് ഏത്? ദോഷം. രോഗത്തിൻ്റെ നിർവചനത്തിലെ വേർ ആണ് സ്രോതസ്. ഐ തിങ്ക് യു ആർ ക്ലിയർ. രോഗത്തിൻ്റെ നിർവചനത്തിലെ വാട്ട് എന്ന് പറയുന്ന വാക്കാണ് രോഗസ്തു. എന്താണ് രോഗം അല്ലേ? ദോഷവൈഷമ്യം. എവിടെയാണ് രോഗം എന്ന് തീരുമാനിക്കുന്നത് പലപ്പോഴും സ്രോതസ്സാണ്. ഉദാഹരണത്തിന് ഒറ്റ വാക്ക് പറയാം. ഒരാൾ ഡെയിലി പോയി വെള്ളമടിക്കുന്നു അല്ലേ? ബാബു ചാരായ നിരോധിക്കുന്നതിന് മുമ്പ് ഇവിടെ ഭയങ്കരമായ വെള്ളമുണ്ടായിരുന്നു. ആൾക്കാർ വെള്ളമടിക്കുന്നു. വെള്ളമടിക്കുന്നയാൾക്ക് 7 ദോഷം കോപിക്കും. ആദ്യം പച്ച മലയാളം പറയും, നിങ്ങൾ മതാത്തിയൊക്കെ വിടും. വെള്ളമടിച്ചാൽ 7 ദോഷം കോപിക്കും. അത് അറിഞ്ഞുണ്ടെങ്കിൽ പിന്നെ ബാക്കി ചർച്ചയൊന്നും നടത്തരുത്. 7 ദോഷം പ്രാധാന്യം പറഞ്ഞാൽ മതി തന്നെ. ആൾമോസ്റ്റ് എല്ലാവരും പിത്തം തന്നെ സമ്മതിക്കും. എനിക്കും അതേ അഭിപ്രായം തന്നെ ഉള്ളത്. ഇനി വെള്ളമടിക്കുന്നയാൾക്ക് പിത്തം കോപിച്ച് പിത്തജ കാസം വരുമോ, പിത്തജമായ കാമല വരുമോ?
എന്തുകൊണ്ട് അങ്ങനെ നിങ്ങൾ തീരുമാനിച്ചു? എന്ത് പിത്തത്തിന് കാസം ഉണ്ടാക്കിക്കൂടെ? അപ്പോൾ സോ ദേർ ഇസ് എ വ്യാധി സ്പെസിഫിക് ഹേതു. വി ആൾവേസ് സ്റ്റഡി നിദാന ഇൻ 2 ഹെഡിങ്, ദോഷഹേതു, വ്യാധിഹേതു അല്ലേ? ദോഷഹേതു എന്ന് പറയുന്നു, വ്യാധിഹേതു എന്ന് പറയുന്നു. അപ്പം മദ്യം എന്ന് പറയുന്ന പർട്ടിക്കുലർ നിദാന ഈസ് ഹാവിംഗ് മോർ അഫിനിറ്റി ടു ദി രക്തവഹ സ്രോതസ്. അപ്പോൾ രക്തവഹ സ്രോതസ്സിനെ കൂടുതൽ ബാധിക്കുന്ന മദ്യം പിത്തപ്രകോപമാണെങ്കിലും ദാറ്റ് വിൽ മെയിൻലി മാനിഫെസ്റ്റ് ഇൻ ദി പിത്തസ്ഥാന ലിവർ. യു ആർ ഗെറ്റിംഗ് കാമല, കുംഭകാമല, ഹലീമകം. കാമല, കുംഭകാമല, ഹലീമകം. ദാറ്റ് ഈസ് വൈ ആചാര്യ വെരി വെൽ ടോൾഡ് കാമല അണ്ടർ രക്തവാഹ സ്രോതസ് അല്ലേ? സംശയമുണ്ടോ? സോ ഐ ആം ടെല്ലിങ് യു എവറി ടൈം വെയർ ഈസ് ദ ഡിസീസ്, ദ ആൻസർ ഈസ് മെയിൻലി കോൺട്രിബ്യൂട്ടഡ് ബൈ സ്രോതസ്. വാട്ട് ഈസ് ദ ഡിസീസ്? ദ ആൻസർ ഈസ് മെയിൻലി കോൺട്രിബ്യൂട്ടഡ് ബൈ ദോഷ. സോ ദാറ്റ് ഈസ് ദി കൺക്ലൂഷൻ. സോ ഫൈൻ ട്യൂണിങ് സെഷൻസ് ഓഫ് സ്രോതസ് വിൽ ഗിവ് യു മോർ ക്ലാരിറ്റി. പ്ലീസ് നെക്സ്റ്റ്. ഇനി ഓരോന്നോരോന്നായിട്ട് പറയാം, സമയം ഒട്ടുമില്ല. പ്രാണവഹ സ്രോതസ്സിൻ്റെ എൻ്റെ ടോപ്പിക്കും നിദാനവും വികൃതിയുമാണ്. See, very well know, Chaya Sandarana Rauchyat Vyayamat Shuddhastija Pranavahini Dushyanti Srodamscha Anyescha Dharane. നിങ്ങൾ ഓരോന്നെടുക്കൂ. Chaya means basically there should be the normal equilibrium of Kapha Vada in Pranavaha Srodas. That is my opinion. Basically there should be the balance of Kapha Vada equilibrium in Pranavaha Srodas. You very well know Pranavahana Srodasam Hridaya Moolam Kapasya Sudaram Ura. നമ്മൾ എന്തൊക്കെ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാലും കഫത്താൽ തടയപ്പെടുന്ന വാദമാണ് ശ്വാസം ഉണ്ടാക്കുന്നത് അല്ലേ? കപോവരുത്ത ഗമനഹ പവനോ വിഷഗ്വാസിത. പക്ഷേ നോർമൽ കഫം ചെസ്റ്റിൽ ഇല്ല എങ്കിൽ there is all problem. I am telling you, കഫമാണ് ശ്വാസത്തിൻ്റെ പ്രധാന സമ്പ്രാപ്തി കാരണമെങ്കിലും കഫത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന വാദത്തിന് മാത്രമേ പ്രാണവഹ സ്രോതസ്സിൽ അനുലോമനം ചെയ്യാൻ കഴിയൂ. സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 നിങ്ങൾ ആഴത്തിൽ ചർച്ച ചെയ്ത് ഡിബേറ്റ് ചെയ്യൂ. കഫത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന വാദത്തിന് മാത്രമേ പ്രാണവഹ സ്രോതസ്സിൽ അനുലോമനം ചെയ്യുവാൻ കഴിയൂ. പ്രാണവഹ സ്രോതസ്സിൻ്റെ അനുലോമനമാണ് എൻറ്റയർ ബയോളജിക്കൽ ആക്ടിവിറ്റി റിലേറ്റഡ് വിത്ത് ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ. എങ്ങനെയൊക്കെ നിങ്ങൾ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ, അപ്പം ഞാൻ പറഞ്ഞു ഓക്സിജനെ ഏത് സെല്ലിൽ കൊണ്ടുപോകുന്നതും വാത അനുലോമനതയാണ്. ആ വാതാനുലോമത ഉണ്ടാകണമെങ്കിൽ there should be kapha component normal in the കപസ്യ സുതരാം ഉര. ഉരസ് എന്ന് പറയുന്ന കഫത്തിൻ്റെ സ്വന്തം സ്ഥാനത്ത് കഫം കുറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പ്രോബ്ലം വിൽ ബി ദെയർ. അതുകൊണ്ട് ക്ഷയം എന്ന വാക്ക് കഫക്ഷയമാണ്, ധാതുക്ഷയമാണ്, ഓജക്ഷയമാണ്. കഫം എന്ന വാക്കിനോട് ബന്ധപ്പെട്ട് ഒരുപാട് സൗമ്യധാതുക്കൾ ഉള്ളതുകൊണ്ടും ഓജസ്യമായ ഭാവവും കഫത്തോട് തുല്യമായിരിക്കുന്ന സൗമ്യ സാന്നിധ്യമായതുകൊണ്ടും ക്ഷയം എന്ന വാക്കിനെ നിങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്യണം. വേറെവർ ദർ ഈസ് കഫക്ഷയ, സ്നിഗ്ധക്ഷയ, ഓജക്ഷയ, ധാതുക്ഷയ, ദർ ക്യാൻ ബി പ്രാണവഹ സ്രോതോകോപ. നെക്സ്റ്റ് യു വെരി വെൽ നോ സന്ധാരണം. എവരിബഡി ഈസ് ടെല്ലിംഗ് കാസ്യസ്ഥരോധ തദ്വൃദ്ധി. പ്രാണവഹ സ്രോതസ്സിൻ്റെ ദൃഷ്ടിയിൽ വേഗധാരണത്തിന് അത്രമാത്രം പ്രാധാന്യമുണ്ട്. രൗക്ഷ്യം ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ട വാക്കാണ്. ഇവിടെ ക്ഷയം എന്ന വാക്ക് പറഞ്ഞാൽ പിന്നെ രൗക്ഷ്യം പറയേണ്ട കാര്യമില്ല. വെടിവെച്ചിട്ടോ പറയേണ്ട കാര്യമുണ്ടോ അല്ലേ? ക്ഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ രൗക്ഷ്യാത പറയേണ്ട കാര്യമില്ല. നിങ്ങൾ പുകവലിക്കുന്നു, ചർച്ച ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, രാവിലെ എഴുതി സാറേ നിങ്ങൾ ശബരിമലയിൽ അയ്യപ്പൻ്റെ മറ്റേ ഉണക്ക അപ്പം കഴിക്കുന്നത് കൊണ്ടാണോ? ഒരു കുട്ടീനോട് ചോദിച്ചാണ്, സാറേ പ്രാണവഹ ദുഷ്ടി സംഭവിക്കുന്നത്. എടേ അതൊരു കാരണം, പക്ഷേ അത് സീസണിലല്ലേ, വൃശ്ചികത്തിലല്ലേ നീ കഴിക്കാറുള്ളൂ. ഇതല്ല, നീ എന്നും വലിക്കുന്നു, നീ എന്നും പുകവലിക്കുന്നു. വി വെരി വെൽ നോ ദാറ്റ് ഈവൻ ദ മെഡിക്കേറ്റഡ് ധൂമപാന ഈസ് കപശ്ചേതന. ആം ഐ റൈറ്റ്? നിങ്ങൾ ധൂമപാനത്തിൻ്റെ പാട്ടിലേക്ക് ഒന്ന് പോയി നോക്കി. ജത്രൂർത്ത കഫവാദോത്ത വികാരാണാം അജന്മനെ ഉച്ഛേദായ ജാതാനാം പിബേ ധൂമം സദാത്മവാൻ. ഒരു മെഡിക്കേറ്റഡ് ധൂമം പോലും കഫക്ഷയകരമാണെങ്കിൽ യു തിങ്ക് അബൌട്ട് എ ധൂമ വിച്ച് ഈസ് പ്രിപ്പയർഡ് ഫ്രം പുകയില വിരുദ്ധ, ദാറ്റ് ഈസ് വിദാഹി ആൻഡ് രക്തദുഷ്ടികാരക. അപ്പം നിങ്ങൾ പുക വലിക്കുമ്പോൾ യു ആർ ഗെറ്റിംഗ് ദ കോമ്പിനേഷൻ ഓഫ് രൗക്ഷ്യ പ്ലസ് വിദാഹി ഇൻ ദി കഫസ്ഥാന കഫക്ഷയം. യു ആർ ഗെറ്റിംഗ് COPD. സംശയമുണ്ടോ? ഒരു എംഫൈസിമയാകട്ടെ, ക്രോണിക് ബ്രോങ്കൈറ്റിസ് ആകട്ടെ, ചുമച്ച് അതിപ്രവൃത്തി. എന്താണ് ഈ COPD എന്ന് പറയുമ്പോൾ ഭയങ്കര മോഡേൺ ആയിപ്പോയി അല്ലേ? നിങ്ങൾ COPD അങ്ങ് മാറ്റിക്കളയും, നിങ്ങളങ്ങ് മറക്കും. എന്താ പറഞ്ഞേക്കണേ? അതിപ്രവൃത്തി ശബ്ദശൂലം ഉച്ച സ്വന്തം ദൃഷ്ട പ്രാണവാഹിനി സ്രോതാംസി പ്രതുഷ്ടാനീതി വിദ്യ. പാട്ടൊന്നും മാറിയിട്ടൊന്നുമില്ലല്ലോ അല്ലേ? അതിപ്രവൃത്തിയുണ്ട്, ശബ്ദമുണ്ട്, യു ആർ ഗെറ്റിംഗ് വീസിങ്, എവറിഥിങ് ഈസ് ദർ. പക്ക COPD ഈസ് കമ്മിങ് അണ്ടർ പ്രാണവഹ സ്രോതസ്. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് കാസ് ഓഫ് COPD ഈസ് പുകവലി. പുകവലി ഈസ് രൗക്ഷ്യം, പുകവലി ഈസ് ക്ഷയകാരകം, പുകവലി ഈസ് കഫക്ഷയകാരകം, പുകവലി ഈസ് വിദാഹി ആൻഡ് പുകവലി ഈസ് ഓജോനാശകം. ശരിയായില്ലേ? അപ്പോൾ അങ്ങനെ ആയിരിക്കണം യു ഹാവ് ടു ഇൻ്റർപ്രറ്റ്. ആൻഡ് വ്യായാമാ ക്ഷുദിതസ്ഥിജ. നമുക്കറിയാം, ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുണ്ടായിരിക്കുന്ന വിശപ്പിൻ്റെ അവസ്ഥയിൽ, എല്ലാ ശ്ലോകവും ഇങ്ങനെ പറയാൻ നേരമില്ലേ, ഇരിക്കുന്ന അവസരത്തിൽ വീണ്ടും നിങ്ങൾ ഒരുപാട് വ്യായാമം ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി മോർ കപക്ഷയ. അപ്പോൾ അതുകൊണ്ട് ഒറ്റ വാക്കേ ഉള്ളൂ. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണ്?
കഫത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന വാദത്തിന് മാത്രമേ പ്രാണവഹ സ്രോതസ്സിൽ വർക്ക് ചെയ്യുവാൻ കഴിയൂ. ആ കഫത്തിനെ നേരിട്ടോ അല്ലാതെയോ ബാധിക്കുന്ന ഏത് ക്ഷയകാരണങ്ങളും പ്രാണവഹ ദുഷ്ടിയുടെ കാരണമായി മാറുന്നു. അതുകൊണ്ടാണ് പറയുന്നത് പ്രാണവഹ ദുഷ്ടിയുടെ ചികിത്സയിൽ കടുത്ത കഫക്ഷയമൊന്നും പാടില്ല. യു ഹാവ് ടു പ്രൊട്ടക്ട് കഫ ആൻഡ് വാത. യു ആർ നോട്ട് അറ്റ് ആൾ ഗോയിങ് ഫോർ എക്സ്ട്രീം കഫക്ഷയ ചികിത്സ. നിങ്ങൾക്ക് ക്ഷാരമെല്ലാം വാരിക്കൊടുത്ത് കഫത്തെ ക്ഷയിപ്പിക്കാനൊന്നും പറ്റത്തില്ല. കഫവും വാദവും തമ്മിലുള്ള ഒരു മച്ച ലിങ്കാണ് പ്രാണവഹ സ്രോതസ്സിൻ്റെ ആരോഗ്യം. നെക്സ്റ്റ് ഓക്കെ, ഞാൻ നേരത്തെ പാടിയ പാട്ടാണ് അതിസൃഷ്ടം, അതിബദ്ധം, കുപിതം, അല്പാൽപ്പം, അഭീഷണം, ശബ്ദശൂലം. ഈ പറയുന്ന വാക്കിൽ എവിടെയെങ്കിലും ഒരു അതിവ്യാപ്തി ഉണ്ടോ? ആയുർവേദമാകട്ടെ, മോഡേൺ ആകട്ടെ, നിങ്ങൾ COPD എടുക്കൂ, TB എടുക്കൂ, പൾമണറി എഡിമ എടുക്കൂ, പൾമണറി എംബോളിസം എടുക്കൂ. യു ആർ ഗെറ്റിംഗ് പാത്തോളജീസ് ഇൻ ദി റെസ്പിറേറ്ററി ട്രാക്ട് ഓൺലി. നെക്സ്റ്റ് നോക്കൂ, ആ ഒരു കാരണത്തെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാരണത്തെ ഇഫ് യു റിഫൈൻ അല്ലേ, അതാണ് അടുത്ത തലത്തിലേക്ക് നമ്മൾ പോകുന്നത്. യു ക്യാൻ സീ ദാറ്റ് അലർജിക് ഫാക്ടേഴ്സ്, എയർ പൊല്യൂഷൻ, സ്മോക്കിംഗ് എക്സെട്ര ആർ ദി കണ്ടംപററി നിദാനാസ് ഓഫ് പ്രാണവഹ സ്രോതസ്. നമുക്കറിയാം ഒരു അലർജിക് റൈനൈറ്റിസ് ആയിട്ടുള്ള പ്രതിശ്യായമാകട്ടെ അല്ലേ, നമ്മൾ പ്രതിശ്യായമൊന്നും എടുക്കാറില്ല, അതൊക്കെ ശാലാക്കെത്തുകാർക്ക് നമ്മൾ എഴുതി കൊടുത്തു കഴിഞ്ഞു. കൃദ്വാ വാദോൽബണ ദോഷ നാസായാം സ്ത്യാനതാം ഗതാഹ ജനയന്തി പ്രതിശ്യായം വർദ്ധമാനം ക്ഷയപ്രദം. ഒരു പ്രതിശ്യായമായാൽ പോലും, ഒരു ലങ് ഡിസീസ് ആയാൽ പോലും യു ആർ ഗെറ്റിംഗ് ദി ഇൻവോൾവ്മെന്റ് ഓഫ് അലർജിക് ഫാക്ടേഴ്സ്, എയർ പൊല്യൂഷൻ, സ്മോക്കിംഗ് ആസ് ദി കണ്ടംപററി കറണ്ട് പ്രാണവഹ ദുഷ്ടി. അപ്പം നിങ്ങളുടെ റോൾ എന്താണ്? When you are getting a patient with a continuous pradishayam or continuous shosaroga, maybe mahashosa, tamagashosa, you identify what are the responsible factors, then go to treat it. അല്ലാതെ അവിടെ പിന്നെ ഒരു ചർച്ചയും വേണ്ട, അത് ധമനിയാണോ സ്രോതസ്സാണോ ഒന്നും വേണ്ട. യു ഗിവ് ആൻറ്റി വിദാഹി, ആൻറ്റി വിരുദ്ധം, ആൻറ്റി കപകരം, യു വിൽ ബി ഗെറ്റിംഗ് ദി റിസൾട്ട്. അടുത്തെന്താണ്? ആൾ ദ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആർ ഒബ്സ്ട്രക്റ്റീവ് പാത്തോളജി, ഇൻഫ്ലമേറ്ററി പാത്തോളജി ആൻഡ് ഡീജനറേറ്റീവ്. നിങ്ങൾ നോക്കൂ, ഒന്നുകൂടെ സൂക്ഷ്മമായി പറഞ്ഞാൽ, ഞാൻ മോഡേൺ പറയാൻ വേണ്ടി പറയുന്നതൊന്നുമല്ല, ഒബ്സ്ട്രക്റ്റീവ് പാത്തോളജി ഉണ്ടാകണമെങ്കിൽ മിക്കവാറും അവിടെ ഗുരുഗുണം, സ്നിഗ്ധഗുണം, ശ്ലഷ്ണഗുണം, മന്ദഗുണം മസ്റ്റാണ്. വേണോ? സംശയമുണ്ടോ? വേറെവർ there is ഗുരുഗുണ, വേറെവർ there is മന്ദഗുണ, there will be ഉപലേപത. I always tell you the word kapha means സ്നിഗ്ധ, ശീത, ഗുരു, മന്ദ, ശ്ലഷ്ണ, മൃസ്ന, സ്ഥിര കഫ. സംശയമുണ്ടോ? ഇല്ലല്ലോ. സ്നിഗ്ധ means whenever you talk about a hyperlipidemia, സ്നിഗ്ധത. When you talk about a സ്ഥിര ഗുണ, നിങ്ങൾ എടുക്കൂ, ഒരു കാൽക്കുലേറ്റ് എടുക്കൂ. ശ്വാസകോശത്തിലുണ്ടാകുന്ന ഒരു ചെറിയ കഫവും ഒരു വൃത്തിക്കകത്ത് വരുന്ന അശ്മരിയും എടുക്കൂ, രണ്ടും കഫമല്ലേ? ആണോ? ഞാൻ പറയേണ്ട പാട്ട് പാടി വച്ചിട്ടുണ്ട്, ശ്ലേഷ്മാശ്രയാജ സർവാശ്രയാജ അശ്മരി. അങ്ങനെയല്ലേ? എല്ലാ അശ്മരിയും ശ്ലേഷ്മാശ്രയ. അപ്പം നോക്കൂ, സ്ഥിരഗുണപ്രധാനമായ കഫത്താൽ ഉണ്ടാകുന്ന അശ്മരിയും സ്നിഗ്ധഗുണപ്രധാനമായ കഫത്താൽ ഉണ്ടാക്കപ്പെടുന്ന ഒരു ചെറിയ ഒരു ലങ്ങിലെ ഒരു ബ്ലോക്കോ അല്ലെങ്കിൽ ഒരു ആൽവിയോളാർ കൺജഷനോ രണ്ടും കഫമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഒബ്സ്ട്രക്റ്റീവ് പാത്തോളജിയിൽ കാണുന്ന കഫാധിക്യം, ഇൻഫ്ലമേറ്ററിയിൽ പാത്തോളജിയിൽ കാണപ്പെടുന്നത് റൈനൈറ്റിസ് ആകട്ടെ, ബ്രോങ്കൈറ്റിസ് ആകട്ടെ, മറ്റ് ഏത് തരത്തിലുള്ള പാകപ്രധാനമായ പിത്തപ്രധാനമായ പീത കഫം വരുന്നു. അങ്ങനെ തന്നെ പറയുന്നുണ്ട്. പിത്തകാസം പറയുമ്പോൾ കൃത്യമായി പറയുന്നുണ്ട്, തിക്താസിത, പീത, അക്ഷി, കപത, ജ്വരാസ്തൃ അല്ലേ, രക്തം ഛർദ്ദിക്കുന്നു, രക്തം വരുന്നു, അതെല്ലാം വരുന്നത് എല്ലാം തന്നെ ഇൻഫ്ലമേറ്ററി ആണ്, പാകപ്രധാനമാണ്, പിത്തപ്രധാനമാണ്. ആൻഡ് ഡീജനറേറ്റീവ്, ഒരു ആൽവിയോളാർ കൊളാപ്സ് എല്ലാം വന്ന് പൂർണ്ണമായും ലങ്സ് ശ്വസിക്കാൻ കഴിയാതെ വരുന്ന ഒരു ഫൈബ്രോസ്റ്റ് സ്റ്റേജ് ഓഫ് ലങ്. യു ആർ ഗെറ്റിംഗ് എക്സ്റേസ്. എക്സ്റേസ് ആർ നത്തിങ് അതർ ദാൻ എക്സ്റ്റൻഡഡ് പ്രത്യക്ഷ പ്രമാണം അല്ലേ? അങ്ങനെ അത് കണ്ടുപിടിച്ചത് കൊണ്ട് നമ്മൾ കാണുന്നു യു ആർ ഗെറ്റിംഗ് ഫൈബ്രോസിസ്, യു ആർ ഗെറ്റിംഗ് ഡീജനറേഷൻ, ദാറ്റ് ഈസ് കഫക്ഷയം, വാതികം. അപ്പം നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാലും മക്കളെ ഒന്ന് കാണാൻ പറ്റും, ഇവിടെ ഒരു കഫമുണ്ട്, ഇവിടെ ഒരു പിത്തമുണ്ട്, ഇവിടെ ഒരു വാദമുണ്ട്. ഇല്ലേ? ഇതുണ്ടാക്കാൻ വേണ്ടി ഒന്നുമില്ല സ്ലൈഡ് ഉണ്ടാക്കിയത്, അങ്ങനെ ഉണ്ടാക്കി വരുമ്പോൾ കാണുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് പറയുന്നത് രണ്ടും തമ്മിൽ അത്രമാത്രം ബന്ധമുണ്ട്. സോ യു അഡ്രസ് ആൾ ദീസ് ഇഷ്യൂ. പ്രാണവഹ സ്രോതസ്സിലെ വാദം, ഞാൻ ഒരു വാക്കൂടെ ആഡ് ചെയ്യുന്നു. സ്രോതോ ദുഷ്ടി പറയുമ്പോൾ നിങ്ങൾ ഒന്നും കൂടി ചിന്തിക്കണം അതിൻ്റെ പിന്നിലുള്ള ദോഷ സ്വഭാവം. പ്രാണവഹ സ്രോതസ്സിലെ വാദം, പ്രാണവഹ സ്രോതസ്സിലെ പിത്തം, പ്രാണവഹ സ്രോതസ്സിലെ കഫം. കാര്യം എന്താണ്? വാട്ട് ഈസ് ദ ഡിസീസ്? ദോഷം ഓൺലി. വേർ ഈസ് ദ ഡിസീസ് മാത്രമാണ് എന്ത്? സ്രോതസ്. അതുകൊണ്ട് സ്രോതസ്സിലെ ദോഷവിചാരം കൂടി പൂർത്തിയാകാതെ സ്രോതോ ദുഷ്ടിയുടെ ചിന്ത പൂർത്തിയാകുന്നില്ല. മരുന്നെഴുതാൻ നേരത്തെങ്കിലും അത് മനസ്സിൽ വെക്കുക. രണ്ടാമത്തത്, അപ്പം നോക്കി, ഇതൊക്കെ ഞാൻ വെറുതെ കാണിച്ചെന്നേ ഉള്ളൂ. ഈ പറയുന്ന പടങ്ങളെല്ലാം നിങ്ങളെ കാണിക്കുന്നത് കപസ്യ സുതരാം ഉരഹ ക്ഷയാ സന്ധാരണ രൗക്ഷ്യ വിദാഹി കപക്ഷയം അതിപ്രവൃത്തി സംഘം കൊളാപ്സ്, എവറിതിങ് ഈസ് ദയർ ആൻഡ് ദാറ്റ് ഈസ് ദി മോഡേൺ പാത്തോളജി. അതുകൊണ്ടാണ് പറയുന്നത് അതിപ്രവൃത്തി, അതിസൃഷ്ടം, അതിബദ്ധം, കുപിതം, അല്പ അല്പം, ശബ്ദശൂലം, ഉച്ചസ്വന്തം എന്നൊക്കെ പറയുന്നത് പൂർണ്ണമായും എന്ത് ആധുനികമായാലും ആയുർവേദമായാലും ഉരസ്സിലെ കപക്ഷയത്തെ കാണിക്കുന്ന, ഉരസ്സിലെ വാദപ്രകോപത്തെ കാണിക്കുന്ന സ്ട്രക്ചറൽ ഫങ്ഷണൽ ലീഷനാണെന്ന് തിരിച്ചറിയുക, അതിന് മരുന്നെഴുതുക. തീർന്നു. രണ്ടാമത്തത്
സമയമില്ല, സമയമാകുന്നതിന് 5 മിനിറ്റ് മുമ്പ് പറയണേ ആരെങ്കിലും, കേട്ടോ, എനിക്ക് അറിഞ്ഞൂടെ എത്ര നേരം. രണ്ടാമത്തെ ഉദകവഹ സ്രോതസ്സാണ്. ഉദകവഹ സ്രോതസ് പറയുമ്പോഴത്തേക്കും ഏറ്റവും വലിയ കാര്യം നിങ്ങൾ നോക്കൂ, നമ്മൾ എന്തൊക്കെ വർത്തമാനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും അടിപൊളിയായ 2 വരി ശ്ലോകം ഞാൻ ആദ്യമേ പറയാം. അഷ്ടാംഗൃതയം അല്ലേ, ആരും പഠിക്കാത്ത ശ്ലോകമാണെന്ന് എനിക്ക് ഉറപ്പാണെങ്കിലും ഞാൻ പഠിക്കാം. ഈ തൃഷ്ണ സംപ്രാപ്തി പറയുമ്പം കാര്യമായിട്ടൊന്ന് ഞാനൊക്കെ ആറ്റത്ത് 2 വരി മാത്രമേ പഠിക്കാറുള്ളൂ. മുരളി സാർ അതേ ചോദിച്ചിട്ടുള്ളൂ പരീക്ഷയ്ക്ക്, അതുകൊണ്ട് താഴോട്ട് പഠിച്ചിട്ടില്ല. എൻ്റെ സാറാണ്. ജിഹ്വാ മൂല ഗളക്ലോമ താലു തോയവഹാസ്ഥിര സംശോഷ തൃഷ്ണ ജായന്തേ അല്ലേ. അത് ആരും വായിക്കാറൊന്നുമില്ല. വരി ഒന്നുകൂടെ ഫോളോ ചെയ്യൂ, റീപ്ലേ. ജിഹ്വാ മൂല ഗളക്ലോമ താലു തോയ, അവിടെ സ്ഥിര വരുന്നുണ്ട്, താലു തോയവഹാസ്ഥിര സംശോഷ്യ തൃഷ്ണ ജായന്തേ. അപ്പൊ അവിടെ പറയുന്നുണ്ട് ജിഹ്വ, കഴുത്ത്, തൊണ്ട, നാക്ക്, അവിടെയുള്ള വെള്ളത്തെ വഹിക്കുന്ന എന്തെല്ലാം സിരകളുണ്ടോ അതിനെയെല്ലാം ശോഷിപ്പിച്ചിട്ട് തൃഷ്ണ ഉണ്ടാക്കുന്നു അല്ലേ. അപ്പൊ തൃഷ്ണയുടെ ബേസിക് പാത്തോളജി എന്ന് പറയുന്നത് ഒരു വാതപിത്ത പ്രകോപമാണ്. തൃഷ്ണാസു വാതപിത്തഘ്ന വിധിപ്രായേണ യുജ്യതേ. അപ്പം അതുകൊണ്ടാണ് ഈ കണ്ഠം എന്ന് പറയുന്ന കപസ്ഥാനത്തിന് ഇത്രമാത്രം പ്രാധാന്യം. ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുന്നു, ഉദകവഹാന സ്രോതസ്സാം താലുമൂലം ക്ലോമാജ, 2 വാക്ക് നിങ്ങൾ അറബിക്കടലിൽ കളയൂ, നിങ്ങളുടെ ഗ്ലോട്ടിസും എപ്പിഗ്ലോട്ടിസും. 2 വാക്ക് ഓർത്ത് വയ്ക്കൂ, കണ്ഠവും ക്ലോമവും കപസ്ഥാനമാണ്. സംശയമുണ്ടോ? ഉരകണ്ഠശിര ക്ലോമം പറയുന്നില്ലേ? അപ്പം കപസ്ഥാനം. അപ്പോൾ ഒരു കപക്ഷയം വന്നാലേ തൃഷ്ണ ഉള്ളൂ. ഇപ്പം ഞാനിങ്ങനെ കട്ടക്കട്ടയ്ക്ക് നിൽക്കാൻ കാര്യം എന്താ? എനിക്ക് നല്ലവണ്ണം വെള്ളമുണ്ട്, എൻ്റെ ശരീരത്തിലെ ഓരോ സെല്ലിലും വെള്ളമുണ്ട്. കുറേ കഴിഞ്ഞാൽ എൻ്റെ സെല്ലിനകത്തെ വെള്ളം പോയി കഴിഞ്ഞാൽ സെല്ല് ഡ്രൈ ആകുന്നു. ഞാൻ എപ്പോഴും പറയുന്ന ഉദാഹരണം പെട്ടെന്ന് പറയാം. യു ഇമാജിൻ എ ദ്രാക്ഷ, ഒരു ഗ്ലാമറായ മുന്തിരിങ്ങയെ സങ്കല്പിക്കൂ. ഗ്ലാമറായ മുന്തിരിങ്ങ സങ്കല്പിച്ചില്ലേ? സങ്കല്പിച്ചോ? പെട്ടെന്ന് സമയമില്ല, അതിൽ പ്രവർത്തിക്കുന്ന നേരമില്ല. നിങ്ങൾ അതിനെ എടുത്ത് റോഡിൽ കൊണ്ടുവയ്ക്കൂ. റോഡിൽ വൈകുന്നേരമാകുമ്പോൾ ദ്രാക്ഷയ്ക്ക് എന്ത് സംഭവിക്കും? ആ സൂര്യൻ്റെ ചൂട് കൊണ്ടും വായു കൊണ്ടും ഉഷ്ണവും കൊണ്ടും രൂക്ഷം കൊണ്ടും ശുഷ്കം, എന്താണ് ഗ്ലാമർ ദ്രാക്ഷ എന്തായി മാറുന്നു സാർ? ശുഷ്ക ദ്രാക്ഷ. ഇത് ഞാനൊരു ക്ലാസ് ചോദിച്ചപ്പോൾ ഒരു പയ്യൻ പറഞ്ഞു, സാർ എന്ത് സംഭവിക്കും? സാറേ കാക്ക എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. അവൻ പറയാണ്, പിന്നെ അതിപ്രവൃത്തിയില്ല, സംഭവമില്ല, ദ്രാക്ഷയെ കാക്ക എടുത്തുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഡ്യൂ ടു ദ എക്സ്പോഷർ ഓഫ് രൂക്ഷഗുണ ഓഫ് വായു ആൻഡ് ഉഷ്ണഗുണ ഓഫ് സൂര്യ, ദ വാട്ടർ കണ്ടന്റ് ഫ്രം ദി ദ്രാക്ഷ വിൽ ബി റിമൂവ്ഡ് ആൻഡ് ദ്രാക്ഷ വിൽ ബിക്കം ശുഷ്ക ദ്രാക്ഷ. യു റീപ്ലേസ് ദ വേർഡ് ബൈ സെൽ അല്ലേ. ഈ ദ്രാക്ഷയെ നിങ്ങളൊരു സെല്ല് കൊണ്ട് മാറ്റൂ. ഒരു സെൽ ഇഫ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ്ലി അറ്റാക്ക്ഡ് ബൈ രൂക്ഷഗുണ ആൻഡ് ഉഷ്ണഗുണ, ദ വാട്ടർ കണ്ടന്റ്, കഫ കണ്ടന്റ് ഫ്രം ദ സെൽ വിൽ ബി ടേക്കൺ ആൻഡ് സെൽ വിൽ ബി ഗെറ്റിംഗ് ഡ്രൈൻ. ദ സെൽ വിൽ ബിക്കം ഷ്രിങ്കൺ അല്ലേ. അപ്പം അങ്ങനെ ഉണങ്ങിയ മുന്തിരിക്ക നിങ്ങൾ എന്ത് ചെയ്യും? ഉണങ്ങിയ മുന്തിരിക്ക എടുത്ത് നെയ്യിലിട്ടും വറക്കുന്നു, കിസ്മിസ് ഉണ്ടാക്കുന്നു, പായസത്തിലിടുന്നു. മുന്തിരിക്ക എന്തായി മാറും? നെയ്യിലിടുന്ന മുന്തിരിക്ക എന്തായി മാറൂടെ? പെട്ടെന്ന് പറ. വീണ്ടും ഗ്ലാമർ ദ്രാക്ഷയായി മാറുന്നു. വാതപിത്തോത്തരേ ഘൃത. അതുകൊണ്ടാണ് വാതപിത്തോത്തരേ ഘൃത അല്ലേ. നെയ്യിലിട്ട് വറുക്കുന്നത് പോലെയാണ്. യു ആർ ഗിവിംഗ് ഇന്റേണൽ ഘൃത, എ സെൽ വിച്ച് ഈസ് സഫറിംഗ് വിത്ത് രൂക്ഷ പ്ലസ് ഉഷ്ണ ബൈ വാത പ്ലസ് പിത്ത. വെൻ ഇറ്റ് ഈസ് ഗിവൺ ടു ദ വാതപിത്തോത്തരേ ഘൃത, ദ സെൽ വിൽ ഗെയിൻ ആൾ ദി പ്രോട്ടോപ്ലാസം. അതുകൊണ്ടാണ് പറയുന്നത് ഈ ഔഷ്ണ്യാദാമാത്, ഈ പാട്ടറിയാമല്ലേ? ഔഷ്ണ്യാദാമാത് ഭയാത് പാനാത് അതിശുഷ്ക അന്നസേവനാത് അമ്പുവാഹീനി ദുഷ്യന്തി തൃഷ്ണായാശ്ച അതിപീഡനം. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു വരി ഈ ആചാര്യൻ ഭയങ്കര ബുദ്ധിമാനായിരുന്നു. ആദ്യത്തെ ഒരു വരിയിൽ ഭയങ്കര ബുജിയെല്ലാം അടിച്ചു. അപ്പോൾ ശിഷ്യന്മാരൊക്കെ ഫ്രോണ്ടൽ റിങ്കിൾസ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഉടനെ തൃഷ്ണായാശ്ച അതിപീഡനാത്. അപ്പോൾ എന്തിന് ഒരുപാട് നേരം വെള്ളം താഴ്ച്ചിട്ട് നീ വെള്ളം കുടിക്കാതിരുന്ന എന്ത് ദുഷിക്കും? തൃഷ്ണവക. അപ്പൊ ആദ്യത്തെ വരി എന്താണ്? ഔഷ്ണ്യാദാമാത് ഭയാത് പാനാത്. അതൊക്കെ എന്ത് തന്നെയാണ്? അമ്പവഹ ദുഷ്ടിയുടെ ഡീഹൈഡ്രേഷന്റെ ഇൻഡയറക്റ്റ് കാരണം. ഭയം പോലും അങ്ങനെയാണ് അല്ലേ. നമ്മൾ പേടിച്ചു കഴിഞ്ഞാൽ പേടിച്ച് തൊണ്ട വരണ്ടു എന്നല്ലേ പറയാറുള്ളൂ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേടിച്ച് ആസ്യശോഷം വന്നെന്നാണെങ്കിലും പറയാറുണ്ടോ അല്ലേ. അപ്പൊ പേടിച്ച് തൊണ്ട വരണ്ടു എന്നുള്ളതാണ് കണ്ട ക്ലോമശോഷം. അത് തന്നെയാണ് അടുത്ത അടി. പെട്ടെന്നൊരു സമയമില്ല, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തടിച്ചോ. അതുകൊണ്ടാണ് തദ്യത ജിഹ്വ താലു കണ്ട ക്ലോമശോഷം. ലക്ഷണം പറയുന്നത് എങ്ങനെയാണ്? തദ്യത ജിഹ്വ താലു കണ്ട ക്ലോമ. ഇവിടെ ഞാൻ പറയുന്നു, whenever there is കപക്ഷയ from a cell in the body, that kapakshaya will be more seen, more manifested in kapasthana. Kapasthanas are what? The same sthana, kanda, kloma, etc. are kapasthana. അപ്പോൾ ഒരു സെല്ലിലെ ജലാംശം നഷ്ടപ്പെടുന്ന, ഒരു സെല്ലിലെ കഫാംശം നഷ്ടപ്പെടുന്ന പ്രക്രിയയാണ് ഉദകദുഷ്ടിയുടെ പൊതുവർത്ഥം. അല്ലാതെ വയറിൽ കുറേ വെള്ളം കെട്ടിക്കിടക്കുന്ന അസൈറ്റിസ് കണ്ടിട്ട് അതൊന്നും പറയാം. അത് വേറെ അമ്പുവാഹിനിയാണ് അല്ലേ. അതൊക്കെ വേറെ അമ്പുവാഹിനിയാണ്. നമ്മുടെ കുഴപ്പം പാട്ടുകളിൽ എവിടെയും അമ്പു വരും, ഉദകം വരും, ഒരു അമ്പുവാണ് മറ്റേ അമ്പു, തച്ചോളി അമ്പു എന്ന് പോലും പറഞ്ഞോളി. അങ്ങനെയൊന്നും അല്ല ഇവിടെ പറയുന്നത്. അബ്സല്യൂട്ട്ലി ഉദകവഹ ദുഷ്ടി മീൻസ് യു ആർ ഗെറ്റിംഗ് പ്രോബ്ലം ഓഫ് ഡീഹൈഡ്രേഷൻ ഇൻ എ സെൽ ഡ്യൂ ടു കപക്ഷയ ആൻഡ് ദാറ്റ് ഈസ് വൈ ആൾ ദ താല് ഓഷ്ട കണ്ട ക്ലോമാസ് ആർ കപസ്ഥാന. എന്താ ചികിത്സ പറയണേ? നിങ്ങൾ ലാവിഷ് വെള്ളം കൂടി തീർന്നില്ലേ?
നിങ്ങൾ ലാവിഷായിട്ട് വെള്ളം കുടിക്കുക. യു ആർ സപ്ലിമെന്റിങ് കഫ, യു ആർ ഗിവിംഗ് ഘൃത, യു ആർ ഗിവിംഗ് പാനക, പാനീയ, പരൂക്ഷക, ഖർജൂര എക്സെട്ര. യു ആർ ഗെറ്റിംഗ് ദ കഫവൃദ്ധി ആൻഡ് ദ കംപ്ലൈന്റ് ഈസ് റിലാക്സ്ഡ്. ഓക്കെ, നെക്സ്റ്റ്. അതുകൊണ്ടാണ് ഐ ആം ടെല്ലിങ് യു, ഇഫ് യു റിഫൈനിങ് ദ ഉദകവഹ സ്രോതസ്, ദ കണ്ടംപററി സയൻസ്, ദ ഡീഹൈഡ്രേഷൻ ആൻഡ് ദി എമോഷണൽ ഫാക്ടേഴ്സ്, ഭയങ്കരമായ ആങ്സൈറ്റി, നമുക്കറിയാം അഡ്രിനാലിനൊക്കെ ധാരാളമായി വർദ്ധിക്കപ്പെടുന്ന എമോഷണൽ സ്റ്റേറ്റസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഭയം എന്ന വാക്ക് പറഞ്ഞു വെച്ചത്. ഔഷ്ണ്യാദ്, ആമാദ്, മൂന്നാമത്തെ വാക്ക് എന്ത്? ഭയാദ്, പാനാദ്, വെള്ളമടി, അതിശുഷ്ക അന്നസേവനാദ്. അല്ലേ, നിങ്ങൾ ഭയങ്കരം, നിങ്ങൾക്ക് എത്ര ബ്രെഡ് കഴിക്കാൻ പറ്റും വെള്ളം കുടിക്കാതെ? എത്ര ബ്രെഡ് കഴിക്കാൻ പറ്റും? നിങ്ങൾ ബ്രെഡ് കഴിച്ച 1 കഴിക്കും 2 കഴിക്കും വെള്ളം കുടിച്ചിരിക്കും അല്ലേ. അപ്പം ബ്രെഡ് എന്ന് പറയുന്നത് ഒരു ശുഷ്കാഹാരമാണ്. അതുകൊണ്ടാണ് അയ്യപ്പൻ അരവണയുടെ കുഴപ്പം എന്ത് കൊടുക്കുന്നു അല്ലേ? സ്നിഗ്ധമായ ലേഹ്യപ്രധാനമായ അരവണയോടൊപ്പം നെയ്യിൽ കാച്ചിയ അരവണയോടൊപ്പം എന്ത് കൊടുക്കുന്നു? ഉണ്ണിയപ്പം. ഏറ്റവും ശുഷ്കാന സേവനത്തിൻ്റെ ക്ലാസിക്കൽ എക്സാമ്പിളാണ് ശബരിമലയിലെ, ഒരു സംശയം വേണ്ട. സോ വാട്ട് ഐ ആം ടെല്ലിങ്, വെനെവർ യു ആർ ഗെറ്റിംഗ് എ പ്രോബ്ലം ഓഫ് ഉദകവഹ ദൃഷ്ടി, ഒന്നുമില്ല, സെല്ലുലാർ ലെവൽ ഡീഹൈഡ്രേഷൻ. മൈ ഡിയർ സ്റ്റുഡൻസ്, Trishna is nothing other than cellular level dehydration. You do rehydration. Dehydration is Vata Pitta, rehydration is Kava Vridhikara. That is the Hedu and Chikilsa. So water and electrolyte balance are mainly coming under the Udagavaha Srodho Dushti. That is the contemporary refinement. Next. പോട്ടെ, സമയമില്ല. അടുത്തത് ഏറ്റവും വലിയ വില്ലൻ സാധനം അന്നവഹ സ്രോതസ് അല്ലേ. നോക്കൂ, ഒരു എല്ലാ വളരെ നിസാരമായി പറഞ്ഞ ആചാര്യൻ വളരെ അടിപൊളിയായിട്ട് പറയുന്ന ഒരു സംഭവമാണ് എന്ത്? അന്നവഹ സ്രോതസ്. കൃത്യമായി പറയുന്നുണ്ട്, അതിമാത്രസ്യ ചാകാലേ ചഹിതസ്യ സേവനാത്. ബാക്കി അന്നവാഹിനി ദുഷ്യന്തി ഒറ്റ വാക്കിൽ അടിച്ചു, വൈഗുണ്യാത് അല്ലേ. നമുക്കറിയാം മാഗിയുടെ കാലഘട്ടമല്ലേ. മാഗി തന്തവ സേവനാടെന്നൊക്കെ ഒരു കമന്ററി പ്രസാദ് സാർ എഴുതണം അല്ലേ. മാഗി തന്തവ സേവനാത്, മാഗി നൂഡിൽസിന്റെ അതിയോഗമാണ് ആദ്യത്തെ കാലം. എന്ത്? അതിമാത്രസ്യ ച അകാലേ ചഹിതസ്യ, കൊച്ചു കുട്ടിയായിരിക്കുന്ന കുട്ടി അകാലത്തിൽ, നമ്മൾ പറഞ്ഞ അകാലം എന്താണ്? രാവിലെ 8 മണി ബ്രേക്ക്ഫാസ്റ്റ്, 1 മണി ലഞ്ച്, 8 മണി, അങ്ങനെയൊന്നുമില്ല. അകാലം ക്യാൻ ബി ഗിവൺ ടു എനി ഏജ് അല്ലേ. അപ്പോൾ ഒരു കൊച്ചു കുട്ടി, അഗ്നിയില്ലാത്ത കുട്ടിക്ക് മാഗി നൂഡിൽ, നിങ്ങൾ, എനിക്ക് മാഗിയോട് ദേഷ്യമൊന്നുമില്ല കേട്ടോ, കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കുട്ടിയും കഴിക്കാറുണ്ട്. കഴിച്ചു കഴിഞ്ഞാൽ they will be developing all വൈഗുണ്യാത് പാവകസ്തജ. അപ്പോൾ അതുകൊണ്ടാണ് അതിമാത്ര അകാലേ അഹിതസ്തജ പൂജനാത് എന്താണ് അന്നവാഹിനി ദുഷ്യന്തി, all problems of the Vaigunyat Pavagasthya. So here he is telling that all the pathological reasons of the Agni will be leading to problems in the digestive fire. So what I am telling, any type of modern food, we are telling about the junk food, masala food, the foods which are causing acidity, amalapitta, everything, all coloring agents, viruddha, everything will inhibit the Agni. So I am telling you, ഈ പറയുന്ന അഗ്നി എന്ന് പറയുന്ന ഘടകത്തെ ഒന്നും കൂടി വ്യാഖ്യാനിക്കണം. വാദ സ്വഭാവമുള്ള സമാനനാൽ അനുഗ്രഹിക്കപ്പെടുന്ന അഗ്നി, പിത്ത സ്വഭാവമുള്ള പാചകത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന അഗ്നി, കഫ സ്വഭാവമുള്ള ക്ലേദകത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന അഗ്നി. എവരി അഗ്നി, ദ വേർഡ് അഗ്നി ഈസ് ഇൻക്ലൂസീവ് ഓഫ് സമാനവായു, ക്ലേദക കഫ ആൻഡ് പാചക പിത്ത. സോ വേറെവർ ദർ ഈസ് എ ഡയറ്ററി പ്രോബ്ലം ലൈക്ക് മാഗി നൂഡിൽസ് ഓർ വാട്ട് എവർ യു ആർ കൺസ്യൂമിങ് വിത്ത് ജങ്ക് ഫുഡ്, വാട്ട് എവർ മേ ബി, ഇറ്റ് ഈസ് ഇൻഡയറക്ട്ലി അഫക്റ്റിംഗ് എയ്തർ വാദ പിത്ത ഓർ കഫ. അതുകൊണ്ടാണ് പറഞ്ഞത് സ്രോതസ്സിനുള്ളിലെ വാദപിത്ത കഫങ്ങൾക്കും പ്രാധാന്യമുണ്ട്. ഇഫ് യു കൺസ്യൂം more type of vada dominant aharas which may be causing some motility problem, the patient may develop irritable bowel syndrome. ഇറിറ്റബിൾ ബവൽ സിൻഡ്രത്തിന് അന്നവഹ സ്രോതസ്സിൽ ഉൾപ്പെടുത്താം, പുരുഷവഹാന സ്രോതസ്സാം പക്വാശയത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം. സോ വാട്ട് ഐ ആം ടെല്ലിംഗ് ഈസ് എവറി ടൈം എ സ്രോതസ് ഈസ് ബിഹേവിംഗ് ഡിഫറൻ്റ്ലി ബേസ്ഡ് ഓൺ ദി ദോഷ ഡോമിനേഷൻ. നിങ്ങൾ വളരെയധികം ഇപ്പം നിങ്ങൾ തൈരും പാലും ചേർത്ത് കഴിക്കുന്നു, അല്ലെങ്കിൽ തൈരും പാലും ഇല്ല, തൈരും പഴവും ചേർത്ത് കഴിക്കുന്നു. വെൻ യു ടേക്ക് തൈര് ആൻഡ് പഴം ടുഗദർ, the resultant molecule is heavier than the individual molecules of thyri and padam, so which will take more time for gastric emptying, and that is behaving as vidagda. You are getting delayed gastric emptying, vidagdada, amlabitham, parinamashula, and even duodenal ulcer cancer. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഒരു വൈഗുണ്യാത് പാവകസ്തജ എന്ന വാക്കിനെ ഏറ്റവും സമർത്ഥമായി വാദപിത്ത കഫ വികല്പത്തിൽ വ്യാഖ്യാനിച്ചാൽ മോസ്റ്റ് ഓഫ് ദി കണ്ടംപററി ഇഷ്യൂസ് ക്യാൻ ബി ബ്യൂട്ടിഫുള്ളി എക്സ്പ്ലെയിൻഡ്. നെക്സ്റ്റ്, അതെന്തെല്ലാം കാണിക്കുന്നു? അനന്നാഭിലാഷണം, അരോചകം, അവിപാക, ഛർദി. ഇത് വളരെ സൂക്ഷ്മമായി പരിശോധിക്കണം. ആദ്യം അനന്നാഭിലാഷണം, ഇത് വളരെ പ്രാതിനിധ്യ സ്വഭാവമാണ് അല്ലേ. മോഡേൺ GAT-യുമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നുമല്ല അല്ലേ. അനന്നാഭിലാഷണ മീൻസ് ഓൺലി ആൻ ഇൻട്രസ്റ്റ് അല്ലേ, മനസ്സിൻ്റെ താല്പര്യം, കഴിക്കാൻ ആഗ്രഹമില്ല. രണ്ടാമത്തത് ആഗ്രഹം വന്നാലും രുചി വരുന്നില്ല. മൂന്നാമത് രുചി വന്ന് കഴിച്ചാലും ദഹിക്കുന്നില്ല. നാലാമത് കഴിച്ചാലും ദഹിക്കാതെ പുറത്തേക്ക് പോകും. അപ്പോൾ ഇതിനെ നിങ്ങൾ ശ്രദ്ധിച്ചേ. ഒന്ന്, ശരീര മനസ്സുകളുടെ ഒരു ആഗ്രഹ ലെവൽ.
രണ്ടാമത്തത് അതിൻ്റെ ഫീലിംഗ്, തർപ്പകം അല്ലെങ്കിൽ ബോധകവും രസനസ്ഥായി, അതിൻ്റെ ഒരു അരോചകം. ഇനി കഴിച്ചാലും ദഹിക്കാത്ത അഗ്നിയുടെ കുഴപ്പം, ഇനി അഗ്നി ദഹിപ്പിച്ചില്ല എങ്കിൽ ഉണ്ടാക്കുന്ന വിമാർഗഗമനം അല്ലെങ്കിൽ പുറത്തേക്ക് പോവുക. സോ വാട്ട് ഐ ആം ടെല്ലിംഗ്, ദീസ് 4 lines ആർ ഇൻഡിക്കേറ്റിംഗ് ആൻഡ് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ദ എൻടയർ കോഷ്ടാംഗ. ഇതേ സാധനം എന്താണ് ലാർജ് ഇൻഡസ്ട്രിയിലാണെങ്കിൽ യു ആർ ഗെറ്റിംഗ് ദ സെയിം തിങ് വിച്ച് വിൽ ബി കൾമിനേറ്റിംഗ് ഇൻ either ഗ്രഹണി ഓർ അതിസാരം. അപ്പോൾ അതുകൊണ്ടാണ് വൈഗുണ്യാത് പാവകസ്ഥജ ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ്, so when you refine the annavaha srodhas, all the dietary causes include in the contemporary lifestyle. നമ്മൾ പറയുന്ന കളറിങ് ഏജൻ്റ് ആകട്ടെ, അല്ലെങ്കിൽ വിശുദ്ധാഹാരങ്ങളാകട്ടെ, അജിനോമോട്ടോ ആകട്ടെ, ലെഡ് ആകട്ടെ, മാഗിയാകട്ടെ, എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ദാറ്റ് ഈസ് ഇൻഡയറക്ട്ലി അഫക്റ്റിംഗ് ദി അഗ്നി ആൻഡ് ഡൈജസ്റ്റീവ് ആൻഡ് മെറ്റാബോളിക് ഇഷ്യൂ. ആ വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. കാരണം the next സ്രോതസ് ഈസ് ടു ബി അഡ്രസ്ഡ് ഈസ് രസവഹ സ്രോതസ് അല്ലേ. അപ്പോൾ കോഷ്ടവുമായി ഏറ്റവും കൂടുതൽ ആസന്ന അല്ലെങ്കിൽ ഒരു സാമീപ്യമുള്ള ധാതുവാണ് രസം. ആസന്ന വിവൃതാസ്യത്വാൽ സ്രോതസാം രസവ്യാപിനാം എന്നാണ് ജ്വരത്തിൽ ചരകൻ അഷ്ടാംഗത്തിൽ പറയുന്നത്. അതുകൊണ്ട് കോഷ്ടത്തിൽ കാണുന്ന ഏത് ദുഷ്ടിയും ഉടനെ അടുത്ത് ബാധിക്കുന്ന ധാതു ഏതായിരിക്കും? രസമായിരിക്കും. അതുകൊണ്ടാണ് പ്രീണന കർമ്മം ചെയ്യുന്ന രസത്തെ ബാധിച്ച് മെറ്റാബോളിക് ഇഷ്യൂസും ആരുണ്ടാക്കാം? അന്നവഹ സ്രോതസ് ഉണ്ടാക്കാം എന്ന് നമ്മൾ നേരെ വായിക്കേണ്ടത്. സോ എനി അറ്റംപ്റ്റ് ടു കറക്റ്റ് ദി രസവഹ സ്രോതോ ദുഷ്ടി ഷുഡ് സ്റ്റാർട്ട് ഫ്രം ദി അന്നവഹ സ്രോതോ ദുഷ്ടി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്നും കൂടെ ക്ലിയർ ആവും when I come to the next സ്രോതസ് രസവഹ. ഓക്കെ, ഇത് പ്രീവിയസ് ഒരു മിനിറ്റ്. ഈ പറയുന്ന ഏത് അൾസർ ആകട്ടെ അല്ലെങ്കിൽ ഡിവോഡനൽ പ്രോബ്ലം ആകട്ടെ, ഇതെല്ലാം തന്നെ അന്നവഹാനാം സ്രോതസാം ആമാശയോ മൂലം. ഈ ആമാശയത്തിലെ വാതിക സാന്നിധ്യം ഒരു അജീർണത്തിലേക്കും, ആമാശയത്തിലെ പൈത്തിക സാന്നിധ്യം ഒരു അൾസറിലേക്കും, ആമാശയത്തിലെ കവച സാന്നിധ്യം ഒരു ട്യൂമറിലേക്കും മാറുക എന്ന് പറയുമ്പോൾ ഓരോ സ്രോതസ്സിലെയും ദോഷവികല്പം കൂടി പ്രാധാന്യമാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നെക്സ്റ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ്സാണ് രസവഹ സ്രോതസ്. ഒരു സംശയമില്ല, അതിന് അത്രമാത്രം പ്രാധാന്യം. നിങ്ങൾ ഒറ്റ വാക്ക് ശ്രദ്ധിക്കൂ. The very first word mentioned in the clinical feature of രസവഹ ദുഷ്ടി is അശ്രദ്ധ. Am I right? അല്ലേ? അശ്രദ്ധ, ജാർജിസ്റ്റാസ്യ, വൈരസ്യ, മരസജ്ഞത. അടുത്തെന്താണ്? കിർലാസ, ഗൗരവം, തന്ത്രാസ, അംഗമർദ്ദ, ദുരസ്ഥത, പാണ്ഡുത്വം, സ്രോതസാം, രോധ, ക്ലൈബ്യ, സാധ, കൃശാംഗത. ലാസ്റ്റ് വാക്കിലെല്ലാം കൂട്ടിയടിച്ചു. നാശോ അഗ്നി, പിന്നെ വേറൊന്നും പറയേണ്ട കാര്യമില്ല. അഗ്നി നാശം. അയഥാകാലം വലയ ഫലിതാനിജ. മൈ ഡിയർ സ്റ്റുഡൻസ്, പ്ലീസ് പേ അറ്റൻഷൻ. സ്റ്റാർട്ടിങ് ഫ്രം ദി ഇൻട്രസ്റ്റ് ടു ഹാവ് ഫുഡ്, ഒരു അശ്രദ്ധ അല്ലെങ്കിൽ അരുചി എന്ന് പറയുന്ന ഒരു അപ്പർ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ ഒരു ഫീച്ചർ മുതൽ ക്ലൈബ്യം എന്ന് പറയുന്ന ക്ലൈബ്യ ക്ലീബക സ്യാദ് സുരതാസക്ത, ഇമ്പോർട്ടൻസി അല്ലേ.